ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി 9 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. 9 സ്ഥാനാർത്ഥികളിൽ നിന്നായി 14 നാമനിർദ്ദേശ പത്രികകൾ വരണാധികാരിക്ക് മുമ്പാകെ ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. സൂക്ഷ്മ പരിശോധനയിൽ ഒരു പത്രിക പോലും തള്ളിയില്ല. സംവരണ മണ്ഡലമായ ദേവികുളത്ത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചത്. ദേവികുളം മണ്ഡലത്തിലെ വരണാധികാരിയായ ദേവികുളം സബ് കളക്ടർ VM ആരിക്ക് മുമ്പാകെയായിരുന്നു നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കപ്പെട്ടത്. 9 സ്ഥാനാർത്ഥികളിൽ നിന്നായി 14 നാമനിർദ്ദേശ പത്രികകൾ വരണാധികാരിക്ക് മുമ്പാകെ ലഭിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. സൂക്ഷ്മ പരിശോധനയിൽ ഒരു പത്രിക പോലും തള്ളിയില്ല. ദേവികുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. 14 നോമിനേഷൻസും 9 സ്ഥാനാർത്ഥികളുമാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധനയിൽ നമ്മൾ നോക്കിയിരുന്നത്. അതിൽ എല്ലാ നാമനിർദ്ദേശ പത്രികകളും നമ്മൾ അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതിനാൽ ഇപ്പോൾ 9 സ്ഥാനാർത്ഥികളാണ് നമുക്ക് ദേവികുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്കുള്ളത്. LDF-ൽ നിന്നുള്ള A രാജ, UDF-ൽ നിന്നുള്ള F രാജ എന്നിവർ 2 സെറ്റും NDA-യിൽ നിന്നുള്ള S രാജേന്ദ്രൻ 3 സെറ്റും പത്രികകൾ സമർപ്പിച്ചു. ഈശ്വരൻ, രാജേന്ദ്രൻ VB, സെൽവി, മാക് പ്രിയവദനൻ, മണികണ്ഠൻ ചെല്ലദുരൈ എന്നിവരും ദേവികുളം മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. അഡ്വക്കേറ്റ് A രാജ, F രാജ, S രാജേന്ദ്രൻ എന്നിവരാണ് മണ്ഡലത്തിൽ പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, അടിമാലി.